UDFിൻ്റെ നേരിനും കോൺഗ്രസിൻ്റെ സത്യവാർത്തകൾക്കും വേണ്ടി 2017 മുതൽ തുടർച്ചയായ പോരാട്ടം നടത്തുന്ന നവമാധ്യമ ചാനലുകളിൽ എന്നും മുൻപന്തിയിലായിരുന്നു മീഡിയ ഗ്രാമം. അധികം പോരാളികളില്ലാതിരുന്ന കാലത്തും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഓരോ ദിവസവും മീഡിയ ഗ്രാമം അതിൻ്റെ വാർത്തകളുമായി എത്തിയിട്ടുണ്ട്. കേരളത്തിലെ സൈബർ മേഖല നിയന്ത്രിക്കുന്നവരോ ഏതെങ്കിലും മുൻനിര രാഷ്ട്രീയ നേതാക്കളോ മനസ്സറിഞ്ഞ് ഒന്ന് അഭിനന്ദിക്കാൻ പോലും ഈ കാലയളവിൽ തയ്യാറായിട്ടില്ല. നെഗറ്റീവ് വാർത്തകൾ നൽകുന്നവരെ കാലും കയ്യും പിടിച്ച് കൂടെ നിർത്താനും പരിപാടികളിലേക്ക് ക്ഷണിക്കാനും നേതാക്കൾ മത്സരിച്ചപ്പോൾ മീഡിയ ഗ്രാമത്തിന് ഒരഭിമുഖം പോലും നൽകാൻ തയ്യാറായ കോൺഗ്രസ് നേതാക്കൾ വളരെ കുറവാണ്. പക്ഷേ അപ്പോഴും നിലപാടുകളിൽ മാറ്റമില്ലാതെ ഈ ചാനൽ മുന്നോട്ട് തന്നെ പോയി. കാരണം ഇത് നേതാക്കൾ അറിയാതെ പാർട്ടിയെയും മുന്നണിയെയും സ്നേഹിക്കുന്നവരുടെ ഒരു വമ്പൻ കൂട്ടായ്മയായിരുന്നു. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന മുഖ്യമന്ത്രി തർക്കത്തിൽ ഒരു ഘട്ടത്തിലും ഭാഗം പിടിക്കാൻ മീഡിയ ഗ്രാമമോ അതിനകത്തെ ജേർണലിസ്റ്റുകളോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ തുറന്നു പറയട്ടെ, ഈ നടക്കുന്നത് അപകടകരമായ പ്രവണതയാണ്. സ്വന്തം പാർട്ടി നേതാക്കളെ ഇകഴ്ത്താൻ പരസ്പരം ടീമുകൾ ഉണ്ടാക്കി മത്സരിക്കുന്നത് പാർട്ടിയെ വല്ലാത്ത രീതിയിൽ തകർക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അതോർത്താൽ നല്ലത്. അധികാരത്തിൻ്റെ തലപ്പത്തേക്ക് ഒരാൾ കയറി ചെല്ലാനുള്ള എളുപ്പവഴി സോഷ്യൽ മീഡിയ അല്ല എന്ന് തിരിച്ചറിയാൻ ഓരോ ഗ്രൂപ്പുകൾക്കും സാധിക്കുക തന്നെ വേണം. സോഷ്യൽ മീഡിയയാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇന്ന് ഒരു നിമിഷം വൈകാതെ ഈ പാർട്ടി സ്വീകരിക്കേണ്ടത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെയാണ്. കേരളത്തിൽ മഹാഭൂരിപക്ഷം ആളുകളും ഓരോ വീഡിയോയ്ക്ക് പിന്നിലും രാഹുലിന് വേണ്ടി കൂടെ നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ എത്രയോ മാസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി സർക്കാരിനെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടുന്ന ഘട്ടത്തിൽ ആധികാരിക വീഡിയോ പ്രസൻറ്റേഷനുമായി കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വന്നത് രാഹുൽ മാങ്കൂട്ടമായിരുന്നു. അദ്ദേഹം നൽകിയ ഉത്തരങ്ങൾക്കും അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കും മുന്നിൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ആടി ഉലയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അകത്തുള്ള രാഹുലിനേക്കാൾ പുറത്തുള്ള രാഹുലാണ് ശക്തനെന്ന് കേരള ജനത മനസ്സിലാക്കിയ നിമിഷങ്ങളായിരുന്നു അത്. പക്ഷേ ആ രാഹുൽ മാങ്കൂട്ടം ഇത്രയും വലിയ ജനപിന്തുണ ഉണ്ടായിട്ടും ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ്. സമാന്തര കേസുകളിൽ അപമാനിതനായ PK ശശിയെപ്പോലുള്ളവരെ സ്ഥാനാർത്ഥിയാക്കുക വഴി ധാർമ്മികതയ്ക്ക് രണ്ട് മുഖമുണ്ടോ എന്നൊരു സംശയവും നേതൃത്വം ഉയർത്തി. അന്ന് സൈബർ ഇടത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട നേതാവായിരുന്നു ശ്രീ VD സതീശൻ. പക്ഷേ യഥാർത്ഥ കോൺഗ്രസ്സുകാരാണ് അദ്ദേഹത്തെ പിന്തുണച്ചത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി വലിയൊരു സൈബർ വിഭാഗം നവമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുകയാണ്. ആ വിഭാഗമാകട്ടെ സ്വന്തം പാർട്ടിയിലെ അനുഭവ സമ്പത്തുള്ള നേതാക്കളെ തലങ്ങും വിലങ്ങും ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപരാധങ്ങളുടെ പെരുമഴ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ കൂട്ടം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അപകടകരമാണ്. കേരളത്തിൽ നിന്ന് തന്നെ ഈ പാർട്ടിക്ക് വേണ്ടി ജീവിതകാലം ഉപാസന ചെയ്ത നേതാക്കളെയാണ് ഇങ്ങനെ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ ഇകഴ്ത്തിക്കാണിക്കാൻ ശ്രമിക്കുന്നു എന്ന് എന്തുകൊണ്ടോ ഒരു കൂട്ടം തിരിച്ചറിയാതെ പോവുകയാണ്. മുൻ KPCC അധ്യക്ഷനും 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശ് ചെന്നിത്തല, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഇവരെ നിരന്തരം ആക്രമിക്കുകയാണ് സൈബർ ഇടങ്ങളിൽ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരാളെ അധികാരം കിട്ടിയാൽ കൊണ്ടുവരാൻ അതിൻ്റേതായ സംഘടനാപരമായിട്ടുള്ള വഴികളുണ്ട്. അതല്ലാതെ മറ്റൊരു വഴിയും അതിന് അനുഗുണമാവില്ല. എന്നിട്ടും ഈ പരിപാടിയുമായി ഒരു സംഘം മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ മാത്രമായി അതിനെ ചുരുക്കിക്കാണാൻ കഴിയില്ല. CPM ഓരോ നേതാവിനെതിരെയും ഇത്രയും കാലം ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ തന്നെയാണ് സൈബർ ഇടത്തിൽ ഉയർത്തുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ പാർട്ടി സ്നേഹമായി കാണാൻ ഒരിക്കലും കഴിയില്ല. കേരളത്തിൽ ഏറ്റവും വലിയ സൈബർ പോരാട്ടത്തിന് കളമൊരുക്കാൻ തീരുമാനിച്ചാൽ പണം മുടക്കാൻ കഴിയുന്ന ഏതു നേതാവിനും മണിക്കൂറുകൾ മാത്രം മതി അത് ചെയ്യാൻ. പക്ഷേ അത് ദീർഘകാലത്തേക്ക് സംഘടനയ്ക്കുണ്ടാക്കുന്ന ദുഷ്പേര് എത്ര വലുതായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുക തന്നെ വേണം. ഒരു കാലഘട്ടത്തിൽ സൈബർ ഇടം അരിയിട്ട് വാഴിച്ച നേതാവാണ് ശ്രീ K സുധാകരൻ. പക്ഷേ പിൽക്കാലത്ത് അതേ ആളുകൾ തന്നെ അദ്ദേഹത്തെ തകർക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പാർട്ടിക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ നിറകുടമായി നിന്ന ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഇതേ ആളുകൾ തന്നെ ആക്രമിച്ചു. ഒരു വെള്ള പേപ്പറിൽ ചിലതെല്ലാം എഴുതിപ്പിടിപ്പിച്ച് ഒരു പോസ്റ്റർ ഒട്ടിച്ച് കോഴിക്കോട് ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാനുള്ള പാർട്ടിയുടെ തീരുമാനത്തെ അതുകൊണ്ട് ഇല്ലാതാക്കി. അഭിമാനത്തിൻ്റെ മൗനം എന്നിട്ടും തുടർന്നു പോന്ന മുല്ലപ്പള്ളിയെ ഇക്കൂട്ടർ പിന്നെയും പിന്നെയും ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ആക്രമത്തിൻ്റെ കുന്തമുനയിൽ നിർത്തുന്നത് ശ്രീ KC വേണുഗോപാലിനെയാണ്. ഒരു ദിവസം കൊണ്ട് മാനത്ത് നിന്നും പൊട്ടി വീണവരല്ല ഇവന്മാരാരും. രാഷ്ട്രീയത്തിൻ്റെ കഠിനമായ വഴികളിലൂടെ ദീർഘകാലത്തെ സഹന സമര പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്നവർ തന്നെയാണ് ഇവരെല്ലാം.
രാഷ്ട്രീയ വഴിയിലെ കനൽ കത്തുന്ന തീഷ്ണാനുഭവങ്ങൾ വിവരിക്കാൻ നിന്നാൽ അത് താങ്ങാനുള്ള കരുത്ത് പലർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൻ്റെ UDF പോരാട്ടത്തിന് വെള്ളവും വെളിച്ചവും വളവും നൽകിയത് KC വേണുഗോപാലാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കീശയിൽ നിന്ന് കാശെടുത്ത് ചെലവാക്കേണ്ട ഗതികേട് ഒരു സ്ഥാനാർത്ഥിക്കും ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന 92 സ്ഥാനാർത്ഥികൾക്കും ആവശ്യമായ സഹായം നൽകിയത് ആരാണെന്നറിയാത്തവർ നിങ്ങളുടെ സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കണം. വിമത സ്ഥാനാർത്ഥികളെ കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു വിമതൻ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കില്ല എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഓരോ ആളുകളെയും ചേർത്ത് പിടിച്ചത് ആരാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. വിസ്മയം തീർത്ത് നിരവധി CPM നേതാക്കളെ പുറത്തു കൊണ്ടുവന്ന് അവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ചത് ആരാണെന്നറിയാൻ നിങ്ങൾ G സുധാകരനോടോ അല്ലെങ്കിൽ തളിപ്പറമ്പിൽ മത്സരിച്ച സഖാവ് ഗോവിന്ദൻ മാഷോടോ ചോദിക്കണം. കർണാടകയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും മന്ത്രിമാർ ഉൾപ്പെടെയുള്ള 400ഓളം നിരീക്ഷകന്മാരെ കൊണ്ടുവന്ന് ഈ തെരഞ്ഞെടുപ്പിനെ സത്യസന്ധമാക്കിയത് ആരാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? കഴിഞ്ഞ 1.5 വർഷക്കാലം കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് സകല പിന്തുണയും നൽകിയത് ആരാണെന്ന് KPCC നേതാക്കളോട് ചോദിക്കണം. കേരളത്തിലെ ജാതിമത സംഘടനാ നേതാക്കളെ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായി കൂടെ നിർത്തിയവന് ആദർശത്തിൻ്റെ പരിവേഷം നൽകാൻ നിങ്ങൾക്ക് സാധിക്കില്ലായിരിക്കും. പക്ഷേ അതാണ് നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുന്ന പക്വതയുള്ള വോട്ട് ബാങ്ക് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. കേരളത്തിലെ മഹാഭൂരിപക്ഷം സ്ഥാനാർത്ഥികളുടെയും പ്രചരണകാലത്തിലേക്ക് ഓടിപ്പോയി എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇമ്രാൻ പ്രതാപ് ഗഡി, ശശി തരൂർ, ഷാഫി പറമ്പിൽ തുടങ്ങി സകലരെയും വിന്യസിച്ചതിൻ്റെ പിന്നിലും ഒരേയൊരു KC വേണുഗോപാൽ മാത്രമായിരുന്നു എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. വെളുത്ത വസ്ത്രത്തിൻ്റെ പളുവളുപ്പിനപ്പുറം ആ ഖദറിൽ നന്ദാവനം ക്യാമ്പിലെ പോലീസുകാരൻ്റെ മൃഗീയമായ ലാത്തിച്ചാർജിൽ ചോരൊഴുക്കിയിട്ടുണ്ട് എന്നത് നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. ഉയരം കൂടുന്തോറും കല്ലേറിൻ്റെ എണ്ണം കൂടുമായിരിക്കും. പക്ഷേ അപ്പോഴും സത്യത്തെ മൂടിവയ്ക്കാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് പറയട്ടെ, 4-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതുവരെ മൗനം അവലംബിക്കുന്നതാണ് പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് നല്ലത്. അതല്ല, ഈ വിഴുപ്പലക്കലാണ് ആഗ്രഹമെങ്കിൽ കാലം നിങ്ങൾക്കൊരിക്കലും മാപ്പ് തരില്ല എന്ന് ഓർക്കുന്നത് നല്ലത്. താൽക്കാലിക വിജയത്തിൽ അഭിരമിക്കാമെങ്കിലും ദീർഘകാലത്തേക്കത് അപകടത്തിൽ കുറഞ്ഞതൊന്നും സംഭാവന നൽകില്ല.